ഹൈ ഓൾ, KTU ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, ഫാറ്റിഗ് ലോഡിംഗ് ആൻഡ് സൈക്ലിക് സ്ട്രെസ്സസ്. അപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റാറ്റിക് ലോഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു, അതേപോലെ ഷോക്ക് ലോഡ് ഓർ ഇമ്പാക്റ്റ് സ്ട്രെസ്സസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് ഫാറ്റിഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫാറ്റിഗ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഫെയിലിയർ ഡ്യൂ ടു ഡൈനാമിക് ഓർ സൈക്ലിക് ലോഡ്. ഓക്കെ, നമുക്ക് ഇതുവരെയുള്ള ലോഡിങ്ങുകളുടെ ഒരു ബിഹേവിയറും ഫാറ്റിഗ് ലോഡിൻ്റെ ബിഹേവിയറും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഫാറ്റിഗ് ലോഡിങ്ങിൻ്റെ കേസിൽ അവിടെ ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ലോഡാണ്, അതല്ലെങ്കിൽ ടൈം വേരിയിങ് ആണ്. അവിടെ എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടൊരു ലോഡ് ആക്ട് ചെയ്യുക എന്നുള്ളതല്ല. ഡൈനാമിക് എന്ന് പറയുമ്പോൾ ലോഡ് എപ്പോഴും ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ആ ഒരു ബിഹേവിയറും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സൊക്കെ സ്റ്റാറ്റിക് ലോഡിങ്ങിനേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് ലോഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് അവിടെ ഫെയിലിയർ ക്രൈറ്റീരിയ എന്നുള്ളത് യീൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ്സൊക്കെ ആയിരുന്നു. പക്ഷേ ഡൈനാമിക് ലോഡിങ് വരുമ്പോഴേക്കും നമുക്കൊരിക്കലും ആ ഒരു ഫെയിലിയർ ക്രൈറ്റീരിയനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഈ ഒരു യീൽഡ് സ്ട്രെസ്സിനേക്കാളും താഴ്ന്ന ഒരു വാല്യൂ, അതല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനേക്കാളും താഴ്ന്ന ഒരു സ്ട്രെസ്സിൽ തന്നെ നിങ്ങളുടെ കമ്പോണൻറ്റ് ഫെയിൽ ആവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു ഫാറ്റിക് ഫെയിലിയർ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടുണ്ടാകുന്നത് ഒരു ക്രാക്ക് ഫോർമേഷനാണ്. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിൻ്റെ ഏതെങ്കിലും ഒരു വീക്കറായിട്ടുള്ള സെക്ഷനിലോ അതല്ലെങ്കിൽ ഒരു ഇന്നർ ക്രാക്കോ അല്ലെങ്കിൽ ബ്ലോ ഹോൾസൊക്കെ ഉള്ള ഒരു പോർഷനിൽ നിന്നായിരിക്കും, ഒരു മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കും ഒരു ക്രാക്ക് പ്രൊപ്പഗേഷനും ദെൻ അതിൻ്റെ ബേസിലായിരിക്കും ഒരു ഫെയിലിയറൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഫാറ്റിക് ഫെയിലിയർ ഈസ് ഡിഫൈൻഡ് ആസ് ടൈം ഡിലേഡ് ഫ്രാക്ചർ അണ്ടർ സൈക്ലിക് ലോഡിങ്. ഓക്കെ, അപ്പോൾ ഫാറ്റിക് ഫെയിലിയർ എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു കമ്പോണൻറ്റിൽ ലോഡ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് അങ്ങ് ആ ഒരു ഫാറ്റിക് ഫെയിലിയർ സംഭവിക്കില്ല. ഇതൊരു ടൈം ഡിലേഡ് ഫെയിലിയറാണ്. അതായത് കുറേ കാലത്തെ ഒരു സർവീസിന് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു വേരിയിങ് സ്ട്രെസ്സ് അല്ലെങ്കിൽ വേരിയിങ് ആയിട്ടുള്ള ലോഡ് കാരണമുള്ള സൈക്ലിക് സ്ട്രെസ്സസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സ്ട്രെസ്സസ് കുറേ കാലം ഒരു കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ സ്ട്രെങ്ത്തിനേക്കാളും ചെറിയ ഒരു സ്ട്രെങ്ത്തിൽ തന്നെ അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ്സിനേക്കാളും ചെറിയ ഒരു സ്ട്രെസ്സിൽ തന്നെ ഈ ഒരു കമ്പോണൻറ്റ് ഫെയിൽ ആവുക. അപ്പോൾ കുറേ നാൾ വർക്ക് ചെയ്തതിന് ശേഷമാവും, പക്ഷെ നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ടൈമിലായിരിക്കും ഈ രീതിയിൽ ഒരു ഫെയിലിയർ ഒക്കർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കേസാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊരു അതിൻ്റെ വാർണിങ്സോ ഇപ്പോൾ ഒരു ഈൽഡ് ചെയ്യുക എന്ന് പറയുന്നൊരു ബിഹേവിയറൊന്നും ചിലപ്പോൾ അവിടെ കണ്ടുവന്ന് വരില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് കാലം ഒരു മെറ്റീരിയൽ, ഇപ്പോൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ പോലും കുറച്ച് കാലം അത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ബിഹേവിയറിലൊക്കെ ചേഞ്ചസ് വരാം. നമ്മുടെ ആ ഒരു കമ്പോണൻറ്റ് ഇരിക്കുന്ന ആ ഒരു എൻവയറൺമെൻറ്റ് കണ്ടീഷൻസിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അത് കുറേ കൂടി ഒരു ബ്രിട്ടിൽ ബിഹേവിയറിലേക്കൊക്കെ മാറാം. ഓക്കെ, അതല്ലെങ്കിൽ ഈ ഒരു സൈക്ലിക് ലോഡിങ് കാരണം തന്നെ ആ ഒരു മെറ്റീരിയലിൽ ആ ഒരു ഫെയിലിയർ നമുക്ക് സഡൻ ആയിട്ടുള്ളൊരു ഫെയിലിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് അതിന് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗം കമ്പോണൻസിലും ഡൈനാമിക് ആയിട്ടാണ് ലോഡുകൾ ആക്ട് ചെയ്യുന്നത്. ഒരിക്കലും നമുക്കൊരു ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ലോഡാണ് എപ്പോഴും ഒരു കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഭൂരിഭാഗം കമ്പോണൻസിലും അവിടെ ലോഡുകൾ എപ്പോഴും വേരിയിങ് ആണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും 95% കമ്പോണൻസും ഫെയിൽ ചെയ്യുന്നത് ഈ ഒരു ഫാറ്റിഗ് കാരണമാണ്. ഓക്കെ, ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മെക്കാനിക്കൽ കമ്പോണൻസിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്.
അല്ലെങ്കിൽ ഒരുപാട് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഫാറ്റിക് ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബ്രിഡ്ജ് എപ്പോഴും പലതരത്തിലുള്ള ലോഡുകളാണ് അതിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ വേരിയിങ് ആയിരിക്കും. അതേപോലെ ട്രാൻസ്മിഷൻ ഷാഫ്റ്റ്, പവർ ട്രാൻസ്മിഷൻ, അവിടെ നമ്മൾ എപ്പോഴും പവർ സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടോർക്കിൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് ഓക്കെ, എപ്പോഴും ഷോക്ക് ലോഡുകൾ ഇങ്ങനെ മാറി മാറി സൈക്ലിക്കായിട്ട് കംപ്രഷൻ, എക്സ്പാൻഷൻ, അങ്ങനെ ആ ഒരു സ്ട്രോക്കുകളിലൊക്കെയുള്ള ലോഡുകൾ എപ്പോഴും വേരിയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സൈക്ലിക്കായിട്ടുള്ള വേരിയേഷൻസ് അവിടെ ലോഡിൽ വരുന്നുണ്ട്. ദെൻ എയർക്രാഫ്റ്റ് ലാൻഡിങ് ഗിയർ, അപ്പോൾ അതിലും എപ്പോഴും ആ ഒരു ലോഡ് എപ്പോഴും ഒരു ഷോക്ക് ലോഡ് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഷോക്ക് ലോഡാണ് അത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു നമ്പർ ഓഫ് ആ ഒരു ലാൻഡിങ്ങിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് അത് ഈ ഒരു ലോഡിങ് ആ ഒരു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ദെൻ കണക്റ്റിംഗ് റോഡ്, നമ്മുടെ പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് റോഡിലും എപ്പോഴും ഒരു കംപ്രഷനും ടെൻസൈൽ ലോഡും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സൈക്ലിക് ലോഡിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പോണൻസിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഫാറ്റിക് ഫെയിലിയർ വരുന്നത്. ഗിയേഴ്സ്, ബിയറിങ്സ്, സസ്പെൻഷൻ സ്പ്രിങ്സ് ഓക്കെ, ഇതൊക്കെ എപ്പോഴും എന്താണ് വേരിയിങ് ആയിട്ടുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്ന കമ്പോണൻസ് ആണ്. ഓക്കെ, ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ വേരിയിങ് ലോഡുകൾ എത്ര കാലത്തേക്ക് അതിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് അവിടെ ഒരു ഫെയിലിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് സൈക്കിൾസ്, അല്ലെങ്കിൽ എത്ര തവണയാണ് ഈ ഒരു ലോഡ് വേരിയിങ് ലോഡ് റിപ്പീറ്റ് ചെയ്ത് ഒരു കമ്പോണൻറ്റിൽ ആക്ട് ചെയ്യണമെന്നുള്ളതിനനുസരിച്ച് ഈ ഒരു റിപ്പീറ്റേഷൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഫെയിലിയർ സംഭവിക്കും, അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം ആ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, വലിയൊരു ലോഡാണ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സഡനായിട്ട് ആ ഒരു കമ്പോണൻറ്റ് ഫെയിലാവും. നിങ്ങൾ ചിലപ്പോൾ ഫിസിക്സൊക്കെ പഠിച്ചപ്പോൾ ഫിസിക്സിൽ വേവ്സ് എന്നുള്ളൊരു ചാപ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, പാലം നമ്മൾ മെയിനായിട്ട് പട്ടാളക്കാരൊക്കെ മാർച്ച് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഒരു തൂക്കുപാലമൊക്കെ ആണെങ്കിൽ അതിൽ കൂടെ മാർച്ച് ചെയ്ത് പോകാൻ പാടില്ല എന്ന് പറയും. കാരണം പട്ടാളക്കാർ മാർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ വളരെ യൂണിഫോമായിട്ടാണ് അവരുടെ മാർച്ചിങ്ങിൻ്റെ ആ ഒരു ടൈം വരിക, അല്ലെങ്കിൽ അതിനൊരു താളമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു വേവ് വലുതായി വലുതായി വന്ന് ഒരു റെസൊണൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാലം തകർന്നു പോകും. ഓക്കെ, അതും ഒരു തരത്തിൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കമ്പോണൻറ്റിന് സഡനായിട്ടുള്ള ഫെയിലിയർ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഡ് വളരെ ഹൈ ലോഡാണ്, അത് വളരെയധികം ഫ്ലക്ച്വേറ്റിങ്ങുമാണെങ്കിൽ ഫെയിലിയർ സഡൻ ആവാം. ഓക്കെ, അപ്പോൾ അത് ഒരു റെസൊണൻസ് എന്നുള്ളൊരു ഫ്രീക്വൻസിയിലേക്ക് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ഫെയിലിയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചെറിയൊരു അതേസമയം ഫാറ്റിക്കിൻ്റെ കേസിൽ അങ്ങനെ ഒരു സഡൻ ഫെയിലിയർ ഒന്നുമല്ല, ചെറിയൊരു ഫ്ലക്ച്വേഷൻ കുറേ കാലത്തേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ അധികം സ്ട്രെസ്സൊന്നും ഡെവലപ്പ് ചെയ്യണേക്കാളും മുമ്പ് തന്നെ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു കമ്പോണൻറ്റ് ഫെയിലാവാം. ഓക്കെ, അപ്പോൾ ഇത് ദിസ് ഫിനോമിനൻ ഓഫ് ഡിക്രീസ്ഡ് റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽസ് ടു സൈക്ലിക് സ്ട്രെസ്സസ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫാറ്റിക് ഫെയിലിയർ. അപ്പോൾ ഫാറ്റിക് ഫെയിലിയറിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രൈറ്റീരിയ ഇതാണ്, നമ്പർ ഓഫ് സൈക്കിൾസ് കൂടുന്നതിനനുസരിച്ച് അതായത് ആ ഒരു ലോഡ് ഫെയിലിയർ ലോഡ് വളരെ ചെറിയ ലോഡാണെങ്കിലും അത് റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പോണൻറ്റ് പെട്ടെന്ന് ഫെയിലാവും, അല്ലെങ്കിൽ അതിനൊരു ചെറിയ സ്ട്രെസ്സിൽ തന്നെ ഫെയിലാവും. ഇനി ഈ ഒരു ഫാറ്റിക് ഫെയിലിയറിൻ്റെ ആ ഒരു 3 സ്റ്റേജുകളിലായിട്ടാണ് ഈ ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ക്രാക്ക് ഇനീഷ്യേഷൻ. നമ്മുടെ കമ്പോണൻറ്റിൽ എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ക്രാക്കോ ബ്ലോ ഹോൾസോ അങ്ങനെ ഒരു മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റി അതല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിതിനു മുമ്പ് സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കണ്ടപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഡൈനാമിക് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിലും പലതരത്തിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ്
അതുപോലെയുള്ള ലോക്കലൈസ്ഡ് സ്ട്രെസ്സസ്, ഹൈ സ്ട്രെസ്സസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു ക്രാക്ക് ഇനീഷ്യേഷൻ നടക്കുക. ദെൻ ക്രാക്ക് പ്രൊപ്പഗേഷൻ. അപ്പോൾ ലോഡ് വീണ്ടും ഈ ഒരു സൈക്ലിക് ലോഡ് ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ദെൻ ഒരു ഫ്രാക്ചറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ കമ്പോണൻറ്റ് ഫെയിലായി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതായത് ഫില്ലറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ്, നോച്ചസ്, കീവേ, ദെൻ ബോൾട്ടുകൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഹോൾസ്, ഓയിൽ ഹോൾസ്, ദെൻ ത്രെഡഡ് ആയിട്ടുള്ള പോർഷൻസ്, ഇനി സർഫസിലുള്ള സ്ക്രാച്ചസ് അല്ലെങ്കിൽ സർഫസ് ഫിനിഷ്, ദെൻ ടൂൾ മാർക്സ്, നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതോ സമയത്തുണ്ടാകുന്ന സ്ക്രാച്ചസോ അതല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള മാർക്കുകൾ, ദെൻ ബ്ലോ ഹോൾസ്, മെറ്റീരിയലിൻ്റെ അകത്ത് വന്ന് പോകുന്ന മാനുഫാക്ചറിങ് സമയത്ത് ഉണ്ടാകുന്ന ക്രാക്കുകളോ ബ്ലോ ഹോൾസ്, ഇതെല്ലാം ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. ഇവിടെ നിന്നൊക്കെയാണ് ഒരു ക്രാക്ക് ഇനിഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, then fatigue cracks are not visible till they reach the surface of the component and by that time the failure have already been taken place. അപ്പോൾ ഈ ഒരു ഫാറ്റിക് ക്രാക്സ് നമുക്ക് പെട്ടെന്നൊന്നും വിസിബിൾ ആവില്ല. ഇതൊക്കെ ആ ഒരു കമ്പോണൻറ്റിൻ്റെ ഇൻസൈഡ് പോർഷനിൽ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അത് സർഫസിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫ്രാക്ചറായി. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ ഫെയിൽ ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ട് അല്ലേ, ബ്രിട്ടിൽ ഫ്രാക്ചർ. അതായത് നമുക്ക് ബ്രിട്ടിൽ മെറ്റീരിയൽ ഈൽഡ് ചെയ്യില്ല, അവിടെ ഡീഫോർമേഷനൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവുകയാണ് ചെയ്യണത്. സഡനായിട്ട് അത് ഒരു ക്രാക്ക് ഫോം ചെയ്ത് അത് ഫ്രാക്ചർ ഫെയിലിയറാണ് അവിടെ സംഭവിക്കുക. ഫാറ്റിക് ലോഡിങ്ങിൻ്റെ കേസിലും ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിലും ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിലും ഈ ഒരു ഫെയിലിയർ, ഈ ഒരു ബ്രിട്ടിൽ ഫ്രാക്ചർ പോലെ തന്നെയാണ് ഫെയിലിയർ വരിക. ഓക്കെ, ഇപ്പോൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ പോലും അത് ഈ കുറേ കാലം ചെറിയൊരു ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സ് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്രാക്കൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു ബ്രിട്ടിൽ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ ഫൈനലി ഒരു ഫ്രാക്ചറാണ് സംഭവിക്കുന്നത്. അതൊരു ബ്രിട്ടിൽ ഫ്രാക്ചർ പോലെ തന്നെയാണ് ഒരു ഡക്റ്റൈൽ മെറ്റീരിയലും ഫെയിൽ ആവുക. സാധാരണഗതിയിലുള്ള ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ബിഹേവിയർ പോലെയൊന്നും ആവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് വാർണിങ്സോ സൈൻസോ ഒന്നും ഉണ്ടാവില്ല, സഡൻ ആയിട്ടുള്ള ഒരു ഫെയിലിയർ സംഭവിച്ച പോലെയായിരിക്കും. കുറേ കാലത്തെ വർക്കിങ്ങിന് ശേഷമാണ് ഈ സഡൻ ഫെയിലിയർ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, സോ ദ ഡിസൈൻ ഓഫ് കമ്പോണൻറ്റ് സബ്ജക്റ്റ് ടു സൈക്ലിക് സ്ട്രെസ്സസ് ആർ കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്ട്രെസ്സുകൾ വരുന്ന കേസിൽ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രെസ്സസിൻ്റെ ബിഹേവിയറിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാറ്റിക് ഫെയിലിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഫാറ്റിക് എന്നുള്ള രീതിയിൽ തന്നെ ഫെയിലിയർ ഉണ്ടാവാനായിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിതൊക്കെയാണ് നമ്പർ ഓഫ് സൈക്കിൾസ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എത്ര തവണ നമ്മൾ സൈക്ലിക്കായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു കമ്പോണൻറ്റ് ഫെയിലാവുന്നത്. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും മുമ്പും പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിളാണ് സ്റ്റീൽ വയർ, അതല്ലെങ്കിൽ വേലിക്കമ്പി. നമുക്ക് അത് വലിച്ചു പൊട്ടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ മിക്കവാറും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ടൂൾസൊന്നുമില്ല, നമുക്ക് വെറും കൈ കൊണ്ട് നമുക്കത് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളൊരു മെത്തേഡാണ് ഈ ഒരു കമ്പി കണ്ടിന്യൂസ് ആയിട്ട് ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുക. അതും കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ജംഗ്ഷൻ, നമ്മൾ ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജംഗ്ഷനിൽ വെച്ചിട്ട് ആ ഒരു സ്റ്റീൽ വയറോ അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു മെറ്റീരിയൽ ഫെയിലാവും. ഇത് നമ്മളൊക്കെ പലരും പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബെൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം ബെൻഡ് ചെയ്താലാണ് അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്ക് ഇതിങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ടിരുന്നാലാണ് ഫെയിലിയർ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മൾ ചെറിയ രീതിയിലാണ് ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് കൂട്ടേണ്ട വരും. ഓക്കെ, ഇനി നന്നായിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും തവണ നമ്മൾ ആ ഒരു ബെൻഡിങ്ങിൻ്റെ ആ ഒരു ആക്ഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട വരില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പർ ഓഫ് സൈക്കിൾസിന് അവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ മീൻ സ്ട്രെസ്,
അപ്പം നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന ഒരു മീൻ സ്ട്രെസ് ഉണ്ട്, അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, നമുക്കൊരു സൈൻ വേവ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതേപോലെ സ്ട്രെസ്സിൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ആ ഒരു ആംപ്ലിറ്റ്യൂഡും ഈ ഒരു ഫാറ്റിക് ഫെയിലിയറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രെസ് കോൺസെൻട്രേഷൻ, നമ്മുടെ കമ്പോണൻറ്റിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസും മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റീസും ഒക്കെ ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ തന്നെ സ്റ്റാറ്റിക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള സ്ട്രെസ് കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. ഫാറ്റിക് ലോഡിങ്ങിൻ്റെ കേസിൽ ഒരു ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന വേറൊരു ടേം കൂടി വരുന്നുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷനും ഈ ഒരു ഫാറ്റിക് ഫെയിലിയറിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ റെസിഡ്യൂവൽ സ്ട്രെസ്സസ്, അപ്പോൾ ഓൾറെഡി അവിടെ കമ്പോണൻറ്റിൽ എന്തെങ്കിലും സ്ട്രെസ്സസ് ഉണ്ടോ? ഓക്കെ, അതിൻ്റെ ഇപ്പം പല രീതിയിലുള്ള മാനുഫാക്ചറിങ് മെത്തേഡ്സ് കാരണം എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സസ് ഒരു മെറ്റീരിയലിൽ ഓൾറെഡി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ കൊറോഷൻ, ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ടൈം ഡിലേഡ് ആയിട്ടുള്ളൊരു ഫെയിലിയറാണെന്നാണ് പറയുന്നത്. കുറേ കാലം അത് കഴിയുമ്പോഴാണ് ഈ ഒരു ഫാറ്റിഗ് സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ അവിടെ കൊറോഷനും സംഭവിക്കാം. കുറേ കാലം ഒരു മെറ്റീരിയൽ നമ്മൾ ഒരു കമ്പോണൻറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഫെയിലിയറും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ക്രീപ്പ്, ഹൈ സ്ട്രെസ്സസ്, അതേപോലെ ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഹൈ ടെമ്പറേച്ചറിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ് കുറേ കാലം സ്ട്രെസ് കൂടി എടുക്കുന്നൊരവസ്ഥ വരുമ്പോഴാണ് അവിടെ ക്രീപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫാറ്റിഗിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങളാണ്. ഓക്കെ, ദെൻ ഫ്രാക്ചർ റിസൾട്ട്സ് ഫ്രം ഫാറ്റിഗ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രെഡിക്റ്റ് ആൻഡ് ഹെൻസ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാറ്റിക് ബിഹേവിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഫാറ്റിഗുമായി ബന്ധപ്പെട്ട ഡിസൈനുകളൊക്കെ കോംപ്ലക്സ് ഡിസൈൻസ് ആണ്. അപ്പോൾ അവിടുത്തെ കുറേ പാരാമീറ്റേഴ്സ് ഫാറ്റിക് ഫെയിലിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് അത് അപ്പോൾ മെറ്റീരിയലിൻ്റെ ഒരു ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫാറ്റിക് ഫെയിലിയേഴ്സ് നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ സൈക്ലിക് സ്ട്രെസ്സസ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടേബിൾ കൺസിഡർ ചെയ്യുക. ആ ടേബിളിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റാറ്റിക് ലോഡിംഗ് ആണ്. ആ ഒരു ബോഡി അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വെയിറ്റ് നമ്മുടെ ടേബിളിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല. ആ ഒരു ബോഡി അവിടെ ഇരിക്കുന്നിടത്തോളം അവിടെ ആ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതേസമയം നമ്മൾ ആരെങ്കിലും ഈ ഒരു ടേബിളിൽ കയറി നിന്നിട്ട് ചാടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഓരോ മൊമെൻറ്റിലും ലോഡ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ ചാട്ടം നിർത്തുന്ന വരെയും ആ ഒരു ലോഡ് കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് ബിഹേവിയർ ആണ്. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഡൈനാമിക് ലോഡ് എന്ന് പറയുന്നതിന് കൃത്യമായിട്ടൊരു പാറ്റേണൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ആവാം അല്ലേ. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പോകുന്ന ഓരോ വണ്ടികളും പല ഭാരമുള്ളതായിരിക്കും, അല്ലെങ്കിൽ പല സമയത്തും അതിൽ കൂടെ പോകുന്ന വണ്ടികളുടെ നമ്പർ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ലോഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിമിലർ ഒരു ഇതൊന്നുമല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഓഫ് ലോഡുകൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ലോഡിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. എത്ര തരത്തിൽ വേണമെങ്കിലും അവിടെ ലോഡുകൾ ആക്ട് ചെയ്യാം. പക്ഷേ ഒരു മാക്സിമം ലോഡിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. മിനിമം ലോഡ് എന്ന് പറയുമ്പോൾ ഒരു ബ്രിഡ്ജിലുള്ള ലോഡ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 0 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ലോഡുകൾ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനായിട്ട് നമുക്കതിനൊരു എന്തെങ്കിലും ഒരു ഷേപ്പ്, ആ ഒരു വേരിയേഷൻ, ഒരു യൂണിഫോമിറ്റി ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈൻ വേവ്, സിനുസോയിഡൽ വേവിൻ്റെ രീതിയിലുള്ളൊരു വേരിയേഷനായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകളെ അല്ലെങ്കിൽ വേരിയിങ് സ്ട്രെസ്സസിനെ അല്ലെങ്കിൽ വേരിയിങ് സ്ട്രെസ്സസിന് നമ്മളൊരു ഷേപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു അസംഷൻ. ഓക്കെ, നമ്മുടെ ലോഡുകൾ ഈ രീതിയിലാണ് വേരി ചെയ്യണതെന്ന്, സിനുസോയിഡലായിട്ടാണ് വേരി ചെയ്യണതെന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ
സൈക്ലിക് സ്ട്രെസ്സസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്, വേരിയിങ് സ്ട്രെസ്സസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു മാക്സിമം സ്ട്രെസ് ഉണ്ടായിരിക്കും, ദെൻ ഒരു മിനിമം സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരു സൈൻ വേവിൻ്റെ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ടൈം ഇൻ്റർവെൽസിൽ ഈ ഒരു വേവ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരെയുള്ളതാണ് ഒരു വേവ്. അപ്പോൾ ആ ഒരു വേവ് ആദ്യത്തെ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ദെൻ അടുത്ത ഒരു സെയിം ടൈം ഇൻ്റർവെല്ലിൽ അടുത്തൊരു സൈക്കിൾ. അപ്പോൾ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈക്ലിക് ലോഡിങ് അല്ലെങ്കിൽ ഒരു സൈക്ലിക് സ്ട്രെസ്സായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലോഡിനെ തൽക്കാലം അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്, ഒരു മിനിമം വാല്യൂ ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് ഒരു മീൻ സ്ട്രെസ്സ്. ഇതിൻ്റെ മിഡിലുള്ള ലൈനിലേക്കുള്ള നമ്മുടെ എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് മീൻ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാക്സിമം മിനിമം വാല്യൂ ഉണ്ട്, അതിൻ്റെ മിഡിലായിട്ട് ഒരു മീൻ സ്ട്രെസ് വാല്യൂ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ലോഡ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അവിടെ ഒരു മീൻ സ്ട്രെസ് എന്തായാലും അവിടെ ഉണ്ടാവും. അതിൽ നിന്നൊരു വാല്യൂ കൂടുതലോ അല്ലെങ്കിൽ ഒരു വാല്യൂ കുറഞ്ഞിട്ടോ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ കൂടിയും കുറഞ്ഞൊക്കെ വരുന്ന വാല്യൂവിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ഓക്കെ, മീൻ സ്ട്രെസ്സിൽ നിന്ന് മാക്സിമം സ്ട്രെസ്സിലേക്കുള്ള വാല്യൂ, അതല്ലെങ്കിൽ മീൻ സ്ട്രെസ്സിൽ നിന്ന് മിനിമം സ്ട്രെസ്സിലേക്ക് വരുമ്പോൾ കുറയുന്ന ആ ഒരു വാല്യൂ, അതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് സിഗ്മ എ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഇടയിൽ ഒരു റേഞ്ച് ഓഫ് സ്ട്രെസ്സ് ഡെൽറ്റ സിഗ്മ എന്ന് പറഞ്ഞിട്ട് മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ നമുക്ക് ഈ ഒരു റേഞ്ച് ഓഫ് സ്ട്രെസ് എന്ന് പറയാം. ദെൻ ഈ ഒരു റേഞ്ച് ഓഫ് സ്ട്രെസ്സിൻ്റെ ഹാഫായിട്ട് വരും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്, സ്ട്രെസ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ദെൻ പിന്നെ അവിടെ ഒരു സ്ട്രെസ് റേഷ്യോ, മിനിമം സ്ട്രെസ് ടു മാക്സിമം സ്ട്രെസ് എന്നുള്ള വാല്യൂവിനെ നമുക്കൊരു സ്ട്രെസ് റേഷ്യോ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സൈക്ലിക് സ്ട്രെസ്സസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി സൈക്ലിക് സ്ട്രെസ്സ് തന്നെ നമ്മൾ അതൊരു അസംഷനാണ്. ഒരു റിയൽ കേസിൽ ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതേപോലെ അതിൻ്റെ വേരിയേഷൻ എപ്പോഴും ഇപ്പോൾ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു വേരിയേഷൻ, ഒരു മാക്സിമം മിനിമം അതിൻ്റെ ഉള്ളിലാണ് ഇത് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റിയൽ കണ്ടീഷനിൽ ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു അസംഷനിലേക്ക് എത്തണത്. ദെൻ ഇതിനെ തന്നെ നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്, റിപ്പീറ്റഡ് സ്ട്രെസ്സസ് ആൻഡ് റിവേഴ്സ്ഡ് സ്ട്രെസ്സസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേരിയിങ് സ്ട്രെസ്സസ് എന്നുള്ളത് നമ്മൾ അസംഷൻസ് കൊണ്ടുവന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് പോലും അതിൽ ഇനിയും ഒരുപാട് വേരിയേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 3 ഗ്രാഫുകൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ബിഹേവിയർ മനസ്സിലാവും. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ്, റിപ്പീറ്റഡ് ആൻഡ് ഫുള്ളി റിവേഴ്സ്ഡ് സ്ട്രെസ് എന്ന് പറയും, അതല്ലെങ്കിൽ ഫുള്ളി റിവേഴ്സ്ഡ് സ്ട്രെസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിൻ്റെ കേസിൽ ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒരു ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. നമ്മളിവിടെ സ്ട്രെസ്സിനെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ സ്ട്രെസ്സുമാണ്. അപ്പോൾ ഈ ഒരു 0 എന്ന് പറയുന്ന അല്ലെങ്കിൽ O എന്ന് പറയുന്ന ഒറിജിന് മുകളിലേക്കുള്ളതൊക്കെ ടെൻസൈൽ സ്ട്രെസ്സാണ്. ഇതിന് താഴെ വരുന്നത് ഒരു കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സ്ട്രെസ്സ് എപ്പോഴും പോസിറ്റീവാണ്, അല്ലെങ്കിൽ ഒരു ടെൻസൈൽ സ്ട്രെസ്സാണ്. ഈ ടെൻസൈൽ സ്ട്രെസ്സ് തന്നെ ഒരു മാക്സിമം മിനിമം വാല്യൂ എന്നുള്ളതിൻ്റെ ഇടയിൽ ഇങ്ങനെ വാരി ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ടൈമിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു സിനുസോയിഡൽ മാനറിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ അതിനൊരു മീൻ വാല്യൂ ഉണ്ട്, അതേപോലെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അതൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അതായത് മാക്സിമം സ്ട്രെസ്സ് പ്ലസ് മിനിമം സ്ട്രെസ്സ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മീൻ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് കിട്ടാനായിട്ട് മാക്സിമം സ്ട്രെസ്സ് മൈനസ് മിനിമം സ്ട്രെസ്സ് ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ ഡെൽറ്റ സിഗ്മ ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംപ്ലിറ്റ്യൂഡും മീൻ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഈ ഒരു
ഫാറ്റിഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിൻ്റെ കേസിൽ എപ്പോഴും അപ്പോൾ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ടെൻസൈൽ ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് സൈഡിലാണ് വരണതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ ഒറിജിന് മുകളിലേക്കുള്ള കാര്യമാണ് നോക്കിയത്. ഇനി ഒറിജിൻ്റെ താഴേക്കാണ് നമ്മുടെ സ്ട്രെസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ആയിട്ടും വരാം. ഓക്കെ, കംപ്രസീവ് സ്ട്രെസ് തന്നെ ഒരു മിനിമത്തിനും മാക്സിമത്തിനും ഇടയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുക, വേരി ചെയ്യുന്ന രീതിയിലും വരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു സ്ട്രെസ് നോക്കാം. അടുത്തതാണ് റിപ്പീറ്റഡ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഒരു റിപ്പീറ്റഡ് സ്ട്രെസ് എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മുടെ എക്സ് ആക്സിസിൽ ടൈമുണ്ട്, വൈ ആക്സിസിലാണ് സ്ട്രെസ് കൊടുക്കുന്നത്. ദെൻ ഇവിടെ ഈ ഒരു സ്ട്രെസ് മിനിമം വാല്യൂ ആയിട്ട് വരുന്നത് സിഗ്മ മിനിമം എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ഓക്കെ, ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, ദെൻ ഒരു മിനിമം വാല്യൂ എന്നുള്ളത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ റിപ്പീറ്റഡ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു മാക്സിമം വാല്യൂവിൽ നിന്ന് 0ലേക്ക് വരും, ദെൻ അഗെയിൻ അത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം വാല്യൂവിലേക്ക് എത്തും, വീണ്ടും 0ലേക്ക് വരും. ഓക്കെ, അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു മിനിമം വാല്യൂ എന്നുള്ളത് 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ റിപ്പീറ്റഡ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സ്ട്രെസ് 0 ആവാന്ന് പറയുമ്പോൾ സ്ട്രെസ് ഇല്ല, ദെൻ വീണ്ടും ഒരു മാക്സിമം സ്ട്രെസ്സിലേക്ക് പോകണു, വീണ്ടും 0 ആവണു എന്നുള്ളൊരു രീതിയിലാണ് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മീൻ സ്ട്രെസ് എന്നുള്ളതും നമ്മൾ മീൻ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാക്സിമം സ്ട്രെസ് പ്ലസ് മിനിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിലാണ്. ഈ ഒരു മിനിമം സ്ട്രെസ് 0 ആയി പോകുന്ന കാരണം നമുക്ക് അവിടെ മീൻ സ്ട്രെസ് എന്നുള്ളത് മാക്സിമം സ്ട്രെസ് ബൈ 2 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. അതേപോലെ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം സ്ട്രെസ് മൈനസ് മിനിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അവിടെയും മിനിമം സ്ട്രെസ് 0 ആയ കാരണം സിഗ്മ മാക്സ് ബൈ 2 എന്നുള്ളൊരു വാല്യൂ. അതായത് മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂവും മീൻ സ്ട്രെസ്സിൻ്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് റിപ്പീറ്റഡ് സ്ട്രെസ്സിലുള്ള അടുത്ത ഒരു പ്രത്യേകത. ഓക്കെ, മിനിമം സ്ട്രെസ് 0 ആണ്, അതേപോലെ ആംപ്ലിറ്റ്യൂഡും സ്ട്രെസ്സിൻ്റെ മീൻ വാല്യൂവും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സൈൻ വേവ് ഈ ഒരു എക്സ് ആക്സിസിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കേസിലാണ് റിപ്പീറ്റഡ് സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നത്. ദെൻ അടുത്തതാണ് റിവേഴ്സ്ഡ് സ്ട്രെസ്, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈൻ വേവ് ഈ ഒരു എക്സ് ആക്സിസിൻ്റെ 2 വശത്തേക്കായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അതായത് സൈൻ വേവിൻ്റെ ഒരു ഹാഫ് പോസിറ്റീവ് സൈഡിലേക്കും സ്ട്രെസ്സിൻ്റെ പോസിറ്റീവ് സൈഡിലേക്കും അടുത്ത ഹാഫ് നെഗറ്റീവ് സൈഡിലേക്ക് അല്ലെങ്കിൽ കംപ്രസീവ് സൈഡിലേക്കും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രെസ് എന്നുള്ളത് ടെൻസൈലും കംപ്രസീവുമായിട്ട് ഉള്ള രീതിയിലുള്ളൊരു വേരിയേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മീൻ സ്ട്രെസ് എന്നുള്ളത് ഈ ഒരു എക്സ് ആക്സിസിൻ്റെ ലെവലിൽ തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ ഒരു മാക്സിമം സ്ട്രെസ് ഉണ്ട് ഈ ഒരു കേസിലും, അതേപോലെ ഒരു മിനിമം സ്ട്രെസ് ഉണ്ട്. അപ്പോൾ മീൻ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് മാക്സിമം സ്ട്രെസ് പ്ലസ് മിനിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം സ്ട്രെസ്സിൻ്റെ നേരെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് മിനിമം സ്ട്രെസ് എന്ന് വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മീൻ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. മീൻ സ്ട്രെസ്സിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതേസമയം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ മിനിമം സ്ട്രെസ്സിൻ്റെ ഒരു വാല്യൂ തന്നെയായിരിക്കും ഇവിടെ ആംപ്ലിറ്റ്യൂഡ് വരിക. ഓക്കെ, ആംപ്ലിറ്റ്യൂഡോട് മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് കംപ്രസീവ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫെയിലിയറിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു റിവേഴ്സ്ഡ് സ്ട്രെസ്സാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ടെൻസൈൽ സ്ട്രെസ് തന്നെ വേരി ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിനേക്കാളും 0 to മാക്സിമത്തിലേക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു
റിപ്പീറ്റഡ് സ്ട്രെസ്സിനേക്കാളും കൂടുതൽ ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫെയിലിയറിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സ്ട്രെസ് വേരിയേഷനാണ് ഇവിടെ റിപ്പീറ്റഡ് അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ഓർ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് എന്ന് പറയുന്ന കേസിൽ വരിക. ഓക്കെ, ഈ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് എന്ന് പറയുന്നത് ഇത് മീൻ ലെവല് സിഗ്മ എം എന്നുള്ളത് 0, അതല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ മിഡിൽ പോർഷൻ ഈ ഒരു ആക്സിസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഒരു അല്പം മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കുറച്ചധികം ഭാഗം ടെൻഷനിലും ചെറിയൊരു ഭാഗം മാത്രം കംപ്രഷനിലും വരുന്ന രീതിയിലും വരാം. അതും റിവേഴ്സ്ഡ് സ്ട്രെസ് തന്നെയാണ്. പക്ഷേ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ കംപ്രസീവ് ലോഡും മാറി മാറി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഫാറ്റിഗിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, സ്റ്റീൽ വയർ ബ്രേക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രെസ്സാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു സ്റ്റീൽ വയർ 2 ഡയറക്ഷനിലേക്കും നല്ല രീതിയിൽ ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പോണൻറ്റിൽ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും ആയിരിക്കും. ഓക്കെ, നിങ്ങളൊരു ബീം എടുത്തിട്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വയർ എടുത്തിട്ട് ആദ്യം താഴേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു ബീമിനൊരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും. ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിലേക്കുള്ള ഫൈബേഴ്സിലൊക്കെ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും, ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള ഫൈബേഴ്സിലൊക്കെ ഒരു കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മളിതിനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ന്യൂട്രൽ ആക്സിസിനെ അല്ലെങ്കിൽ മുകളിലേക്കാണ് നമ്മൾ ബെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള ഫൈബേഴ്സൊക്കെ ടെൻസൈൽ സ്ട്രെസ്സിലായിരിക്കും, മുകളിലുള്ള ഫൈബേഴ്സൊക്കെ കംപ്രസീവ് സ്ട്രെസ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ബെൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓരോ ബെൻഡിങ്ങിലും അവിടുത്തെ ഫൈബേഴ്സ് ആദ്യം കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും, പിന്നെ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും, വീണ്ടും കംപ്രസീവിലേക്ക് പോവും, വീണ്ടും ടെൻഷനിലേക്ക് പോവും. അങ്ങനെ റിവേഴ്സ്ഡായിട്ട് ആ രീതിയിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണോണ്ടാണ് ഈ ഒരു സ്റ്റീൽ വയർ നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിൽ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫാറ്റിക് ലോഡിങ്ങിൻ്റെ ഇനിയും കാര്യങ്ങൾ ഇതിൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, താങ്ക് യു.